അപ്പോൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാവിലത്തെ സുബഹി നിസ്കാരം അത് കഴിഞ്ഞിട്ട് ലുഹറിൻ്റെ ഇടയിലുള്ള സമയത്ത് ആ നിസ്കാരത്തിൻ്റെ അതേ അവസ്ഥ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിലെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആക്ച്വലി ഓൺ ആയിട്ടുണ്ട്. ശരിക്കും സ്പിരിച്വാലിറ്റി നമ്മൾ വീണ്ടും നേടിയെടുക്കേണ്ട ഒരു സാധനമല്ല, അത് ഉള്ളൊരു സാധനമാണ്. സ്പിരിച്വലി പറഞ്ഞാൽ മാറി നിന്നിട്ടൊരു സുഖം എടുക്കുന്ന, ആസ്വദിക്കുന്ന അങ്ങനെ എന്തോ ഒരു സാധനം ലൈഫിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടൊരു സാധനമായിട്ട് മാറുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സാധനം ഉള്ളത്. ശരിക്കും ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ അവരെല്ലാവരും ഉള്ളുകൊണ്ടൊരു കുട്ടിയായിരിക്കും. ദാറ്റ് മീൻസ് ഉള്ളിലൊരു ഭാരം കയറ്റി വെക്കാതെ ഫ്രീ ആയിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ആരോടൊരു പ്രശ്നവുമില്ല. കിടന്നുറങ്ങുമ്പോൾ സമാധാനമുണ്ട്, മനുഷ്യന്മാരോട് ഇടപഴകുമ്പോൾ സമാധാനമുണ്ട്. ശരിക്കും ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസും ഹൃദയ ശുദ്ധീകരണവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടാമത്തുള്ളത്? എന്താണോ നമ്മൾ അന്വേഷിക്കേണ്ടത് അതിനെ ശരിക്കും അന്വേഷിച്ച് തുടങ്ങാൻ ഒരു പക്ഷേ നമ്മുടെ യുണീക്ക് എക്സ് പ്രോഗ്രാം ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ രണ്ട് ഗുരുക്കന്മാരുമായിട്ടാണ്. അതേപോലെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ടോപ്പിക്കാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് മുത്തിയുൽ ഹക്ക് ഉസ്താദ് ആണ്. ആള് നമ്മളുടെ സെയ്ത്തൂൻ ക്യാമ്പസിൻ്റെ ഡയറക്ടറാണ്. അതേപോലെ ഒരു സ്പിരിച്വൽ സൈക്കോളജിസ്റ്റും കൂടാണ്. ഇങ്ങനെ അസ്വല എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ മനസ്സറിഞ്ഞ് നിസ്കരിക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും ഒരുപാട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ അടുത്തത് ഡോക്ടർ അദ്നാൻ ഹാദി, ഗൈഡ് ഏഡിയൻ, ഞങ്ങളുടെ ഗൈഡ്. ഞാൻ മെയ് 2022 മുതൽ ഗൈഡിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഫൗണ്ടർ ആൻഡ് ആൾ ഏഡിയൻ ടോക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും ചെയർമാനും കൂടാണ്. അതേപോലെ മെയിനായിട്ട് സയൻസും സ്പിരിച്വാലിറ്റിയും അത് ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ രണ്ട് ഗുരുക്കന്മാരുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഞാൻ രണ്ടാളെയും ഈ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അവർ റിക്വസ്റ്റ്. നമ്മൾ ഇന്ന് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കിലാണ് ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നൊരു കാര്യമാണ് ഐക്യൂം ഇക്യൂം. ഒട്ടുമിക്ക ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ഐക്യു നല്ല ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ നല്ല ജോലിയിലും നല്ല ബിസിനസ്സിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റാറുണ്ട്. അതേപോലെ ഇക്യു ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ബന്ധങ്ങളിൽ നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കാറുണ്ട്. പക്ഷേ ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എസ്ക്യു കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുക? നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് അർജൻറ്റീന നമ്മളെ വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റ്. ശരിക്കും കോച്ചിനേക്കാളും വലിയ ടെൻഷൻ കേരളക്കാർക്കാണ്. പിന്നെ ഒരു ബിസിനസ്സൊക്കെ പൊട്ടിയ പോലെ ഫാമിലിയിൽ ആരൊക്കെയോ മരിച്ച പോലെയുള്ള ഒരു ടെൻഷനാണ് പല ആൾക്കാർക്കും കാണുന്നത്. ശരിക്കും കളിക്കണം, കളി വളരെ നല്ലതാണ്, കളി ആസ്വദിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ടീമിനോടൊരു ഇംപ്ലിസിറ്റ് അസോസിയേഷൻ ഒരു കളിക്കാരനോട് ആ കളിയുടെ സ്കില്ലിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഇൻറ്റിമസിയും ഒരു ഫാൻ സാധനമൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊന്നും എതിർക്കേണ്ട ആവശ്യമില്ല. അതൊരു ടീമിനോട് ഒരാൾക്ക് താല്പര്യം തോന്നി, അതൊക്കെ ഒരു ആവേശമാണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് ടീമിസം എന്ന് പറഞ്ഞ സാധനം, വിഭാഗീയത വരുമ്പോൾ ഒരു ടീമിനോട് ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരുന്ന സമയത്ത് അത് നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റായി മാറുന്നു. ക്വാർട്ടർ ഫൈനലോടുകൂടെ ഈ വേൾഡ് കപ്പ് കളി കാണുന്ന ഇയാളുടെ ഈ ഫാനിൻ്റെ കളി തീർന്നു പോയി. ഒരാൾ പോർച്ചുഗലിൻ്റെ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ ഫാൻ ആവുകയാണെങ്കിൽ പിന്നെ അവർ തോക്കുന്നതോടുകൂടി പിന്നെ മറ്റുള്ളവർ തോക്കണം എന്നുള്ളതാണ് ആഗ്രഹം. മറ്റുള്ള ടീമിനൊക്കെ അർജൻറ്റീന തോൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അഥവാ വിഭാഗീയത എന്ന് പറയുന്ന സാധനം, ടീമിസം, എൻ്റെ ടീം മാത്രമാണ് ശരി, മറ്റുള്ള ടീമുകളോട് മുഴുവനും ആത്മാർത്ഥമായ വെറുപ്പ്, പരസ്പരം കലഹം. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ സ്പിരിച്വൽ കോഷ്യൻ്റ് കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടലല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മിസ്സാവുക ചെയ്യുക. അതുകൊണ്ട് എന്താ സംഭവിക്കുക? എനിക്ക് തോന്നുന്നത് ഹദിബായ്, പിന്നെ ഈ നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ് പോകുന്നതോടുകൂടെ നമുക്കൊന്നും കൂടെ ഈ കളിയെ സുന്ദരമായിട്ട് ആസ്വദിക്കാൻ കഴിയും. വേൾഡ് കപ്പ് ഫൈനൽ വരെ ഇയാൾക്ക് ആസ്വദിക്കാൻ ആരും തോറ്റാലും പ്രശ്നമില്ല. ചിലപ്പോൾ ചില ടീമിനോടൊക്കെ ചെറിയ താല്പര്യം തോന്നും, പക്ഷേ ആ ഫൈനൽ കഴിയുന്ന വരെ ഇയാൾക്കൊരു വിറ്റ്നസ്സായി
സൂപ്പറായിട്ട് കളി കാണാൻ കഴിയും. ലൈഫിൻ്റെ ശരിക്കും ഒരു പരിച്ഛേദമാണിത്. ലൈഫ് എന്ന് പറയുന്ന ജീവിതം എന്ന് പറയുന്ന കളിയെ നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് സുന്ദരമായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ് പാടില്ല. അറ്റാച്ച്മെൻറ്റ് ഉണ്ടായാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിഭാഗീയത വരും, നമ്മുടെ ആസ്വാദനം ലൈഫിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വിഷയമായതുകൊണ്ട് തന്നെ നല്ലൊരു മെറ്റഫറാണ് അത് ശരിക്കും എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് കളിയുമായിട്ട്. കാരണം ലൈഫ് ഒരു ആസ്വദിക്കേണ്ട ഒരു സംഭവം എന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കളി ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ടീം മാത്രം ഒരു ആസ്വാദനമായിട്ട് എടുക്കുമ്പം കോറായ സാധനമുണ്ട്. കാര്യം എന്നത് കളി ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിലൊരു പാർട്ടായിട്ട് വരുന്ന ഓരോ ടീമിനെ പിടിച്ചപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഫൈനലിൽ കുറെ ആൾക്കാർ ഈ സ്പെയിനിന്റെ കളിയൊന്നും ആസ്വദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ മെസ്സിയുടെ പരാജയം, ഒരു ആവേശം, അതായത് മറ്റുള്ള നമ്മൾ എതിർക്കുന്ന ടീമിനെ അവര് താഴ്ന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹരമുണ്ട്. അതൊരു കൈൻഡ് ഓഫ് എവിടെയൊക്കെ ഒരു സൈക്കോളജിക്കൽ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പോർച്ചുഗൽ ഫാനാണ് ഞാൻ. ഞാനിങ്ങനെ ചർച്ച വന്നപ്പോ ഞാനിങ്ങനെ ഫുട്ബോളിന്റെ ചർച്ച വന്ന് ഞാൻ പറഞ്ഞു സ്പെയിൻ എന്ത് രസമായിട്ട് കളിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ ഞാനിങ്ങനെ അർജന്റീനയോട് ചേർന്നിട്ടാണ് സംസാരിക്കുന്നത്. പറഞ്ഞു നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്, നിങ്ങൾ അർജന്റീനന്റെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഐ വാസ് ലൈക്ക് അത് നമുക്കൊരു ടീം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം, പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആ പേരിനൊക്കെ അപ്പുറത്തേക്ക് എക്സാക്ട്ലി കളിയിലൊരു കാര്യം ഉണ്ടല്ലോ, അത് ആസ്വദിക്കലാണ് ശരിക്കും നമ്മൾ അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് കാര്യം. അത് മിസ്സാവുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം സ്പിരിച്വൽ ഇന്റലിജൻസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറഞ്ഞാൽ കാര്യം എന്താണോ അതിനെ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കാര്യത്തിന്റെ കാരണമായിട്ട് വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഉൾക്കൊള്ളാനും കഴിയും ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് തെറ്റും ശരി എന്നുള്ളതിനപ്പുറം ഒരുപാട് ശരികൾ തമ്മിലുള്ള മത്സരമാണ് ലോകത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ടീമും നല്ലതാണ്, എല്ലാ ടീമും മികച്ചതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സകലതിനെയും സാകല്യത്തിൽ കാണുക എന്നൊക്കെ പറഞ്ഞ പോലെ മനോഹരമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയും. അയാളെന്താ അങ്ങനെ, ഇയാളെന്താ അങ്ങനെ എന്നുള്ള ഒരു ചിന്ത വരുന്നത് ടീമിസം വരുന്നതോടുകൂടിയാണ്. അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതായിരിക്കും അല്ലേ ഉദ്ദേശം? തീർച്ചയായും അതന്നെ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സ്പിരിച്വൽ അവെയർനെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടി നമ്മളല്ലേ വൈവിധ്യങ്ങളെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ റെസ്പെക്ട് ദ ഡിഫറൻസസ്. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എൻ്റെത് മാത്രം ശരി എന്നിരിക്കുക, മറ്റുള്ളവരിലുള്ള ശരികളിലുള്ള ഏതൊക്കെ അംശമുണ്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് അതുപോലെ എടുക്കാതെ എൻ്റെത് മാത്രം ശരിയെന്ന് വാദിക്കുന്നിടത്തൊക്കെ ആക്ച്വലി സ്പിരിച്വൽ ഇൻ്റലിജൻസ് എല്ലാത്തിനെയും സുഗമമാക്കുന്ന, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു ലെയറായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മറ്റതിൻ്റെ ആ ഒരു ഭംഗിയെ നമുക്ക് മിസ്സായി പോകുന്നു. തീർച്ചയായിട്ടും. അല്ല, ഇത് ശരിക്ക് ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, അവർ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ചില ആളുകൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മീൻസ് ഓരോരുത്തർക്കും സക്സസ്സിൻ്റെ ഡെഫിനിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾ ഇപ്പം സമ്പത്താണ് സക്സസ് എന്ന് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അടി പടച്ചവൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സമയത്ത്, എന്തെങ്കിലും രീതിയിൽ ഒരു തകർച്ച വരുന്ന സമയത്ത് പിന്നെ അവർക്ക് തിരിച്ച് കയറാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ എപ്പോഴും അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരേ വലിയ സക്സസ്സിൽ വലിയ വരുമാനം അല്ലെങ്കിൽ വലിയ സമ്പത്ത് സൃഷ്ടിച്ചാലും സമ്പത്തൊന്നുമില്ല, വളരെ ലോവർ സ്റ്റേറ്റിലാണെങ്കിലും ഒക്കെ ഇവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രസന്നത, ഒരു സമാധാനം ഫീൽ ചെയ്യും. ശരിക്കും അത് എങ്ങനെയാണ് ആ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ആ സ്പിരിച്വൽ ഇൻ്റലിജൻസ് കൊണ്ട് പ്രശ്നങ്ങളെ നേരിടുന്നതെന്നുള്ളൊരു ടോപ്പിക്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അമാൻ ബുക്ക് സ്റ്റാളുടെ സലാംക്ക് ഞാനും കൂടെ കോഴിക്കോട് നിന്ന് പിന്നെ യാത്ര ഒരു പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് പുത്തനത്താണി എത്തിയപ്പോൾ ഫോണിൽ ഒരുപാട് മിസ് കോൾ ഉണ്ട്. അപ്പോൾ കോള് ജാബിർ ഉസ്താദിൻ്റെ കോളാണ്. ഒരുപാട് കോൾ ചെയ്താണ്. ഉസ്താദിൻ്റെ വണ്ടീൻ്റെ കീ ഇയാളെ കയ്യിലാണ്. അപ്പോൾ അവിടുന്ന് എത്രയോ തവണ വിളിച്ചിട്ടുണ്ട്. പിന്നെ വളരെയധികം എന്താ പറയുക പേടിയോടുകൂടി അല്ലെങ്കിൽ ആദരവോടുകൂടെ ഫോൺ എടുത്ത് ആ സമയത്ത് വളരെ കൂളായിട്ട് ഞാൻ ആലോചിച്ച് നോക്കി നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക. വണ്ടി പോകാൻ കഴിയാതെ ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് അവസാനം ഫോൺ നമ്മൾ സൈലൻ്റ് ആക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് ഇപ്പോൾ എവിടെ എത്തി, വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എനിക്ക് പെട്ടെന്ന് ഓർമ്മ ചെയ്യുന്നതാണ് പറയണത്. സ്പിരിച്വൽ അവെയർനെസ് ആണ് ശരിക്കും അത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പഠിക്കലല്ല ശരിക്കും ഒരു സ്പിരിച്വൽ അവെയർനെസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും നാച്ചുറലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഓറയെന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നത്തൊക്കെ പല ട്രെയിനിങ്ങും ഇന്ന പ്രശ്നം നേരിടാൻ ഇങ്ങനെ ചെയ്യുക, സൊല്യൂഷൻ. അപ്പോൾ പ്രോബ്ലത്തിന് ആണ് ഫോക്കസ്.
അപ്പോൾ പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്തിട്ട് പ്രോബ്ലം ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു പ്രശ്നവും തീരൂല. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് പഠിക്കണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനപ്പുറത്തേക്ക് പ്രോബ്ലം സൊല്യൂഷൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ സ്റ്റേറ്റിന് നമ്മൾ ഇവോക്ക് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രോബ്ലവും കാണുന്നില്ല, സൊല്യൂഷനും കാണില്ല, ഓൺലി സ്റ്റേറ്റോളും. നമ്മൾ ഈ ഹാല് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അവസ്ഥ. അപ്പോൾ ആ അവസ്ഥ നിലനിർത്താൻ അവർ നോക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്ത് അത്രയും സ്പിരിച്വൽ ഓറുള്ള ആൾക്കാർ പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കണം എന്നതൊന്നും അവരുടെ ബോധ്യത്തിലേ ഇല്ല. അവർ ആസ്വദിക്കുന്ന, അതാ നേരത്തെ പറഞ്ഞ ആസ്വാദനം, അവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നിലനിർത്താൻ മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ ആസ്വാദനം. ആ അവസ്ഥ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈമാനൊക്കെ ആയിട്ട് ചേർത്ത് പറയല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്തൊരു അത്ഭുതമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു അത്ഭുതകരമാകുന്ന അവസ്ഥ അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ വണ്ടർ അടിച്ചു പോകും എങ്ങനെയാണ് അവർക്ക് അത്ര കൂളായിട്ട് അത്ര കാമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നതെന്നൊക്കെ. ഇപ്പം ചില സമയത്തൊക്കെ ഞാനിങ്ങനെ നമ്മുടെ ചില പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ അവർക്കിങ്ങനെ അത്ഭുതം തോന്നുന്ന അനുഭവം എപ്പോഴുള്ളതല്ല, ചില സമയത്ത് ആ സ്പാർക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇതേപോലത്തെ ഹോസ്പിറ്റൽ കേസിൽ. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ആയി. നമ്മളൊരു പാർട്ടിസിപ്പൻറ്റ് നമ്മൾ ഗൈഡഡ് ടോക്ക് പ്രോഗ്രാമിൽ വന്നപ്പോൾ പറഞ്ഞു അവരുടെ വൈഫും ഹസ്ബൻഡും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അവരുടെ വൈഫിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ ICUവിൽ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആൾ ഇത് ChatGPT ഇതൊക്കെ വെച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒരു ആക്സിഡൻറ്റ് എന്തോ ആയതാണ്. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് ചെയ്യുന്നത് റിക്കവറിയിലേക്ക് എത്താൻ പോലും 1 വർഷം എടുക്കുന്നൊക്കെ ഓരോരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടും അവരന്ന് രാവിലെ ക്ലാസ്സിന് വന്നു. ക്ലാസ് കഴിഞ്ഞ് സമയത്ത് പറഞ്ഞു ഒരു സന്തോഷം പറഞ്ഞു. അവർ പറഞ്ഞത് ശരിക്കും ചുറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടാണ്, അമ്മായിയമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ICUവിൽ ഇട്ടിട്ട് നിങ്ങൾ ക്ലാസ്സിന് പോയേക്കാണോ ഒന്ന്. അപ്പം അങ്ങനെ ഒരു അത്ഭുതം ഉണ്ട്. ഇവ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എല്ലാം ശാന്തമായി, ICUന്നും റൂമിലേക്ക് മാറ്റാനുള്ള ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യം, ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, അവർക്ക് കാമായിട്ട് വളരെ ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമ്പം പുറത്തുള്ള നമ്മളൊക്കെ അതിനെ നോക്കിക്കാണുന്ന ഒരു അത്ഭുതം കൂറിയിട്ടാണല്ലോ. ഇത് ആളുകൾക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. പക്ഷേ ഈ സ്പിരിച്വൽ ഓറുള്ള ആൾക്കാരെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും അങ്ങനത്തെ അവസ്ഥയാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാതെ അതെങ്ങനെ സംഭവിച്ചെന്നല്ലാണ്ട് എന്താണ് അവിടെ നടന്നത് എന്ന് നോക്കുമ്പോൾ അതിലൊരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്കാണ് ആക്ച്വലി ഈ പറഞ്ഞൊരു അൺനോൺ ഫാക്ടർ, എക്സ് ഫാക്ടർ, ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ആളുകൾ ആകർഷിക്കുന്നത് അതായിരിക്കണം എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ഒരു സംഭവമുണ്ട്, ഒരു എക്സ് ഫാക്ടർ, എന്താണ് ഒരു ക്യൂരിയോസിറ്റി, ഒരു എന്തൂസിയാസം. ആ എന്തൂസിയാസം മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പടച്ചോനെ കണ്ടെത്താന്നൊക്കെ പറയാം. എനിക്ക് റൂമിയുടെ ഒരു കോട്ട് ഓർമ്മ വരുന്നുണ്ട്. മൗലാന റൂമി പറയുന്നുണ്ട്, നിങ്ങൾ ഭംഗിയുള്ളൊരു പൂവ് കാണുമ്പം അല്ലെങ്കിൽ ഭംഗിയുള്ള എന്തെങ്കിലും കാണുമ്പം വാവ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുള്ളിൽ ഉണരുമ്പോൾ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാ എന്നുള്ളൊരു ഫീലിംഗ്, അത് നമ്മുടെ ശരീരം മൊത്തം അതിൽ ഇൻവോൾവ് ആവാണല്ലോ. അതാണ് മനസ്സറിഞ്ഞുള്ള സുബ്ഹാനല്ലാ. അല്ലെങ്കിൽ ചിലപ്പോൾ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ശരീരം മൊത്തം സുബ്ഹാനല്ലയിലായിരിക്കും. വാവ്, ആ വൗ ഫാക്ടർ കിട്ടുന്ന മൊമെൻറ്റിലൊക്കെ നിങ്ങൾ പടച്ചോനെ കാണുന്നുണ്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഉസ്താദിൻ്റെ കഥ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ കേസിലൊക്കെ അവർ പടച്ചോനെ നമ്മൾ അവരിൽ കാണാണ്, അല്ലെങ്കിൽ അവരിലത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അതിലൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദർ ഇസ് സംതിങ് വിത്തിൻ, അത് നമ്മൾ അന്വേഷിക്കണം. ഇത് സൂചനകളാണ്. അത് എല്ലാ സമയത്തും ക്രിയേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് നിലനിർത്തുന്നവർക്കായിരിക്കും ഇത്രയും നല്ലൊരു സ്പിരിച്വൽ ഓറുള്ളവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 2 ഘട്ടത്തിലും, പ്രയാസത്തിലും അതുപോലെ എളുപ്പത്തിലും നിങ്ങൾ പറഞ്ഞാൽ രസമായി തോന്നുന്നത് ആ അവസ്ഥയെ നിലനിർത്തത്തക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് തന്നെയായിരിക്കുമല്ലോ എല്ലാവരും. അള്ളാഹുമായിട്ടുള്ള കണക്റ്റായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു സ്വച്ഛന്തമായ ഒരു അവസ്ഥ. അപ്പോൾ അത് ഉസ്റിലും യുസ്റിലും പിന്നെ ആ ഒരു സാക്ഷിത്വത്തെ അല്ലേ, ഇത് പ്രോബ്ലമാണ്, ഇത് സൊല്യൂഷനാണ്, ഞാൻ ജയിച്ചു, പ്രോബ്ലത്തെ മറികടന്നു എന്ന ഒരു അവസ്ഥയിലൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ അവരുണ്ടാവും. അതിലൂടെ അങ്ങനെ കടന്നൊരു ഫ്ലോ പോലെ പോവുമായിരിക്കും അല്ലേ. അല്ല, ഇത് ഇപ്പം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതിനെ പറ്റി, അതേപോലെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ശരിക്കും പണ്ടത്തെ കാലത്തെ സ്പിരിച്വൽ മാസ്റ്റേഴ്സൊക്കെ ഒട്ടും സമ്പത്ത് നമ്മൾ നേടാൻ പാടില്ല, അല്ലെങ്കിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും പെട്ടെന്ന് കൊടുക്കുക, ഒഴിവാക്കുക, നമ്മളെ കയ്യിൽ സമ്പത്ത് തീരെ ആഗ്രഹിക്കാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ചില ആൾക്കാരൊക്കെ ബെൻസ് കാറിലും അങ്ങനെ നല്ല ഹൈ ലെവലിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ശരിക്ക് ഇതിലേതാണ് ശരി, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ലൈഫിൽ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് രണ്ടാളോട് ഷെയർ ചെയ്യാൻ പറ്റും? 2 സൂഫികളുടെ ഒരു കഥ ഉണ്ട് പറയട്ടെ. പിന്നെ ഒരാൾ പിച്ചക്കാരനായ സൂഫിയാണ്, മറ്റാൾ വലിയ കോടീശ്വരനുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഫ്സലിൻ്റെ ചോദ്യത്തിലുള്ള പോലെ അഫ്സലിൻ്റെ ഇതേ ചോദ്യം കോടീശ്വരനായ ഈ സൂഫിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ പറയുക, നിങ്ങൾ എന്ത് ജീവിതമാണ് വളരെ ലാവിഷായിട്ട്
ഞാൻ കണ്ടില്ലേ ഒന്നുമില്ല എൻ്റെ അടുത്ത്, ഇതാണ് ജീവിതം എന്നൊക്കെ പറയാം. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാനെല്ലാം ഒഴിവാക്കാം, എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്ത് ഒഴിവാക്കാം, ഞാൻ നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ നടന്നിറങ്ങി വരുമ്പോൾ ഈ പിച്ചക്കാരനായ അയാളെ പിച്ചപാത്രം പോയി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിൻ്റെ മനസ്സിന്ന് അത് പോയിട്ടില്ല, ആ പിച്ചപാത്രം എത്ര ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ പിച്ചപാത്രത്തിലേക്ക് നിൻ്റെ മനസ്സ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ പണം ഉണ്ടാവുക ഇല്ല എന്നുള്ളതിനപ്പുറം പണം ഒഴിവാകേണ്ടത് എവിടെ നിന്നാണ്? ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ സംഗതികളല്ല, ഫ്രം വേർ, ഹൃദയത്തിൽ നിന്ന് സാധനം ഒഴിവാകണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പഴയ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് തക്കാളി കൊടുത്തിട്ട് വെണ്ടക്ക വാങ്ങുന്നൊരു കാലമല്ല. പണം എല്ലാത്തിൻ്റെയും എല്ലാ ക്രയവിക്രയങ്ങളുടെയും ഒരു ബേസായി മാറിയിട്ടുണ്ട്. ഈ രണ്ട് വഴിയും ശരിയാണ്. രണ്ടിനും നിങ്ങൾക്ക് ചരിത്രത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ലളിതമായി ഒന്നുമില്ലാതെ ഒരു കമ്പിളി പുതപ്പ് മാത്രമായി ജീവിച്ചിരുന്ന, അത് അവിടെ ഒന്നുമില്ലാതെ എല്ലാം പരിത്യജിച്ചിരുന്ന രാജാക്കന്മാരെ തന്നിലേക്ക് അടുപ്പിക്കാത്ത സൂഫി ചരിത്രങ്ങൾ. മറ്റതിനു നേരെ ഓപ്പോസിറ്റ് സംഗതികൾക്കും ഇഷ്ടംപോലെ എക്സാമ്പിൾ കാണാൻ കഴിയും. അപ്പോൾ അത് ഉണ്ടാവുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതിലപ്പുറം അത് ഹൃദയത്തിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. അത് ഇലാഹായി മാറാതിരിക്കുക എന്നുള്ളതാണ്. പണം മെയിൻ കിബിലയായി മാറാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോട്ടലിൽ പോയിട്ട് പറയാം അതൊരു വലിയൊരു പരിപാടിയാണ്, അതുകൊണ്ട് നിങ്ങൾ നടക്കൂല, ലക്ഷങ്ങൾ നിങ്ങളവിടെ എണ്ണി കൊടുക്കണം. ഒരാൾക്ക് ജീവിക്കാം, പക്ഷേ അയാൾക്ക് വീട് പറ്റൂല, പൈസ. കാരണം ഇന്നത്തെ കാലത്ത്, പഴയ കാലത്ത് നടക്കും, ഇന്നത്തെ കാലത്തെ വീടിന് ടാക്സ് വേണം, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, തീരെ പണമില്ലെങ്കിൽ ആ ഫോൺ റീചാർജ് ചെയ്യണം, കാർ യൂസ് ചെയ്യാൻ പറ്റില്ല, കാറിൻ്റെ മെയിൻ്റനൻസ്, പെട്രോൾ അടിക്കണം. അപ്പോൾ ഇന്നത്തെ എന്ത് സംഗതി, നിങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിലേക്ക് വൈഡായിട്ട് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും. പുതിയ കാലത്തെ അനിവാര്യതയാണ്. ആ അനിവാര്യതയുമായി സമരസപ്പെടാൻ നിർബന്ധിതനാണ് മോഡേൺ സൂഫി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആ റൂട്ട് സ്വീകരിക്കാം, നിങ്ങൾ പറഞ്ഞ പോലെ മാജിദിന് വേണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം, എല്ലാം ഒഴിവാക്കിയിട്ട് ഇനി പോഡ്കാസ്റ്റും വേണ്ട, പരിപാടി വേണ്ട, സ്പിരിച്വൽ ഇൻ്റലിജൻസും വേണ്ട. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരാ വരുന്നത്? ആ ഒരു പഴയ സിസ്റ്റം, ഒരു ബേസിക് സിസ്റ്റം അവരുടെ. അല്ല, അത് ശരിക്ക് പണ്ടത്തെ കാലത്ത് യൂട്യൂബ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ പിന്നീട് യൂട്യൂബിലേക്ക് വരികയും ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ വന്നതും ശരിക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം കൂടി ആയിരിക്കും. കാലത്തെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തിന് പഴയ കാലത്ത് നിന്ന് നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു വ്യത്യാസമുണ്ട്. സാമൂഹിക ഘടനയിൽ ഈ പണം മെയിനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഡീൽ നിർബന്ധമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത കൂടും. കാരണം ഇത് ഉണ്ടായിട്ടും ഒഴിവാക്കലാണ്. ആരാണ് സത്യത്തിൽ ആ രണ്ട് ഉദാഹരണത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് അവിടെ ഒരു സാധനമുണ്ട്. അയാൾക്ക് അതൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഹൃദയത്തിലില്ല. അയാളുടെ മനസ്സിൽ കുറച്ചേ ഉള്ളുവെങ്കിലും ആ പിച്ചപാത്രം മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇതിലാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞു വെച്ചതാണ്, മാസ്റ്റർ ആവാതിരിക്കുക. നമ്മളതിലാണല്ലോ ഈ ഒരു യൂണിവേഴ്സൽ ഇക്വേഷനായിട്ട് പറയാറുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ ഒന്നിനെയും മാസ്റ്റർ ആക്കാതിരിക്കുക, നീ അതിൻ്റെ മാസ്റ്റർ ആയിട്ടിരിക്കുക, പക്ഷെ ഒന്നിനെയും നിൻ്റെ മാസ്റ്റർ ആക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ മണി അല്ലെങ്കിൽ വെൽത്ത്, ശരിക്കും എനിക്ക് തോന്നുന്നു വെൽത്തിനെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണി എന്നുള്ളത് മാത്രം മാറ്റിയത് സമ്പത്ത് എന്ന് പറയുമ്പോൾ ശരിക്ക് ആരോഗ്യം സമ്പത്താണ്. ഇപ്പം ചിലർ, എല്ലാവരും ഉദ്ദേശിച്ച് പറയില്ല, പക്ഷെ ചിലർ ഈ മണി മാത്രം സ്പിരിച്വാലിറ്റിയിൽ പാടില്ല എന്ന് പറയുമ്പം ആരോഗ്യം സമ്പത്താണ്. അവർ ആരോഗ്യം എന്ന സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മണി വരുമ്പോഴുള്ള ചിലരുടെ പ്രശ്നം, ഞാനത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വഴിതെറ്റിപ്പോകും. അങ്ങനെ ഭയമുള്ള, അത് കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തവർ ശരിക്കും സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇന്ന് അതിനുള്ള ട്രെയിനിങ്ങുണ്ട്. ഇന്ന് എന്തോരം മണി മാനേജ്മെൻറ്റും സ്കില്ലും ഒക്കെ ഉണ്ട്, അന്ന് അതില്ല എന്നല്ല. അപ്പോൾ അറിവില്ലാത്തവൻ്റെ കയ്യിൽ സമ്പത്ത് വന്നാൽ അപകടം തന്നെയാണ്. ആ രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം. എന്നാൽ ഈ സമ്പത്ത് വന്നാൽ ഞാൻ വഴി തെറ്റുമെന്ന് പേടിക്കുന്ന ചില ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മക്കൾ സമ്പത്താണ്, എന്നിട്ട് നിങ്ങൾ മക്കൾ വേണ്ടാന്ന് ചിന്തിക്കാറുണ്ടോ? പണത്തിനേക്കാളും അപകടമാണ് ശരിക്കും നാളെ നമ്മൾ ഹിയർ ആഫ്റ്റർ വേൾഡിൽ പോകുമ്പോൾ മക്കളെ കുറിച്ചൊരു ചോദ്യങ്ങളുണ്ടാവും. ആ സമ്പത്ത് നിങ്ങൾ എങ്ങനെ ക്രയവിക്രയം ചെയ്തു നോക്കളെ. അപ്പോൾ അത് ഭയപ്പെട്ടിട്ട് മക്കളെ വേണ്ടാന്ന് വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതൊരു സമ്പത്താണല്ലോ. നിൻ്റെ ആരോഗ്യത്തെ പറ്റിയിട്ട് ചോദ്യമുണ്ട്. ആരോഗ്യം ഒരു സമ്പത്താണ്. ആരോഗ്യം വേണ്ട, ഞാനത് വേണ്ടാന്ന് വെക്കുന്നു, അങ്ങനെ പലരും തീരുമാനിക്കുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മളിതിൻ്റെ ഒരു യൂണിവേഴ്സൽ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാ സമ്പത്തും വേണ്ടെന്ന് വെക്കാം. അപ്പോൾ എനിക്ക് ആരോഗ്യം വേണ്ട, എനിക്ക് മക്കളെ വേണ്ട, ഒന്നും വേണ്ട. അത് നമുക്ക് ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എവിടെയോ നമ്മൾ ഇതിൽ പറയല്, നമ്മളെ ട്രെയിനിങ്ങിൽ ഈ മണി ഓറിയൻറ്റേഷൻ അതിൻ്റെ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്,
എല്ലാം ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കില്ല. ചിലത് നമ്മൾ പറയും ബ്ലോക്ക് എന്നാണ്. ഇപ്പം മണി എന്ന അവെയർനെസ് ചില ആൾക്കാരുടെ ഉള്ളിൽ കയറിയത് മണി ഇസ് ദ റൂട്ട് ഓഫ് ഈവിൾ എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്കാണ്. അപ്പം നമ്മുടെ ഒന്ന് എല്ലാം പഠിച്ചവൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ പഠിച്ചവൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ആരോഗ്യം, മക്കള്, സമ്പത്ത് എന്നൊക്കെ പറയുമ്പം ഈ എല്ലാ അനുഗ്രഹം എനിക്ക് ഓക്കെയാണ്, സമ്പത്ത് എന്ന അനുഗ്രഹം എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറയുമ്പം അതിന് മാത്രം നിഷേധിക്കാനുള്ള മനസ്സ് എവിടെ നിന്ന് വന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചൈൽഡ് പ്രോഗ്രാംസും ചൈൽഡ് അവെയർനെസ് എങ്ങനെയാണത് പ്രോഗ്രാം ചെയ്തതെന്നുള്ളത് ഇതിനൊക്കെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായതിനു ശേഷം ഓപ്ഷനാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇതിൽ എനിക്ക് ഏതൊക്കെ വർക്കാവും ഏതൊക്കെ എനിക്ക് വർക്കാവില്ല, അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പല ആൾക്കാരും നമ്മളൊക്കെ കുറേ ആൾക്കാരായിട്ട് ഇടവൈകുന്ന സമയത്ത് മണി എന്നുള്ളത് എന്താന്ന് പോലും മനസ്സിലാക്കാതെ ഈ തത്തമ്മേ പൂച്ച സമ്പത്ത് പാടില്ല, സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കരുത് എന്നൊരു ഭാഗത്ത് പറയും. കയറി പോയിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കാം ഒരു പക്ഷേ എന്നല്ല. അപ്പം അതിൽ പോലെ അവെയറാകുന്നില്ല. അവിടെയാണ് ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആക്ച്വലി നമ്മൾ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ പോലും, എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ടായതെന്ന് ചിന്തിക്കലാണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. അപ്പോൾ ഞാൻ ഭയങ്കര, ചിലർ പറയാറുണ്ട് നമ്മളൊന്നുമല്ല. നമുക്ക് തോന്നുന്നു ഹമ്പിളായിട്ട് പറയാമെന്ന്. എല്ലാ തത്തമ്മേ പൂച്ച പോലെ ശീലിച്ചു. അപ്പം നേരത്തെ പറയില്ലേ പണ്ടുള്ള സൂഫികളൊക്കെ ഒന്നുമല്ല പറയാറുണ്ട്. ഞാൻ ഒന്നുമല്ല എന്ന് പറയുമ്പം അവർ നത്തിങ്നെസ് എന്ന സ്റ്റേറ്റിൽ പോയിട്ട്, ശൂന്യതയിൽ പോയിട്ട് എല്ലാം ആകുന്ന അവസ്ഥ പ്രാപിക്കുകയാണ്. അപ്പം അവർക്ക് ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നതൊരു കീ ആണ് ടു ബിക്കം എവ്രിതിങ്. നത്തിങ്നെസ് വിൽ ടേക്ക് ദം ടു ബി എവ്രിതിങ് എന്നുള്ളതാണ്. അതാണ് റൂമി പറഞ്ഞത്, ബി നത്തിങ് ഹി വിൽ മേക്ക് യു എവ്രിതിങ്. എന്നാൽ നമ്മളത് കോപ്പി അടിച്ചിട്ട് ഒരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, എന്നാൽ ഞാനും ഒന്നല്ല കേട്ടോ. ബാഹ്യത്തെ കോപ്പി അടിക്കുക. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അവരിങ്ങനെ അപ്രീസിയേഷനൊക്കെ വരുമ്പം ഉള്ളിലിങ്ങനെ ആവുന്നുണ്ടാവും. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നമ്മളൊന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി അവർ ഉള്ളിൽ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, പുറത്തത് നിഷേധിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ ബാഹ്യ തലത്തിനപ്പുറത്തേക്ക് ആന്തരിക തലത്തിലൊരു സർജറി നമ്മൾ നടത്തണം. അതിന് ഈ സ്പിരിച്വൽ അവെയർനെസ്സും ഇൻ്റലിജൻസും ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ധാരണയിൽ ഇരുന്നുകൊണ്ട്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആണ്. അല്ലാത്തപ്പം പലപ്പോഴും ഒരു വൂണ്ടാണ് സമൂഹത്തിന്, ഏതൊക്കെയോ ഒരു അജണ്ട പോലെയൊക്കെ ഒരുപാട് പേര് ദരിദ്രരായിട്ടിരിക്കുക എന്നൊരു അജണ്ട തന്നെ കിടക്കുന്നത്. അപ്പോഴേ കുറച്ച് പേർക്ക് ഉയർന്നിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളിപ്പം MA യൂസുഫ് അലി സാറിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു 10 ആൾ കേരളത്തിലുണ്ടെങ്കിൽ എത്ര പേർക്ക് ഗുണം കിട്ടായിരുന്നു. അപ്പോൾ പലരും ഒന്നും വേണ്ട, മണി പറഞ്ഞതുകൊണ്ടാണ് ഒന്നും വേണ്ട എന്ന് പറയുമ്പം എത്ര പേര് നമ്മളെ കുട്ടികളെ നോക്കിയാൽ ഒരുപാട് പേർക്ക് സേവനം ചെയ്യുന്ന യൂസുഫ് അലിയെ പോലെയുള്ള ഒരു സമ്പന്നനാക്കണം, സമ്പന്നനായിക്കൊണ്ട് മോക്ഷം കിട്ടണം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ പറയാറേ ഇല്ല. നമ്മൾ കുഞ്ഞുനാളിൽ മുതലേ പറഞ്ഞു കൊടുക്കുന്നത് നോക്കി അവരെത്ര വീട് വെച്ച് കൊടുക്കുന്നു, എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നു, എത്ര കുടുംബത്തെ സഹായിക്കുന്നു. അവിടെയാണ് മണിയുടെ സ്പിരിച്വാലിറ്റി വരുന്നത്. മണി സ്പിരിച്വലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള മോഡലുകൾ പോലും നമ്മൾ പറയാറില്ല. ഒരു ഭാഗത്ത് നമ്മൾ സക്സസ് മോഡലുകൾ പറയുമ്പോഴും അപ്പം വെൽത്ത് എന്നുള്ള ഏരിയ സ്പിരിച്വലി ടച്ച് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട്, പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട്. അതെനിക്കൊന്നും പാരന്റിങ്ങിൽ കൂടി ആഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഒരു കണ്ടീഷനിങ് ആണ്, ഒരു ബിലീഫ് ആയിരിക്കാം. പൈസ എന്തോ മോശമാണ്, ഉപയോഗിക്കുന്നവരൊക്കെ മോശമാണുള്ളത്. അല്ല, അത് ഇപ്പം രണ്ടാളും ഉസ്താദും ഗൈഡും പറഞ്ഞ രീതിയിൽ വരുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും 4 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ആണ്: ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി നമ്മൾ ശരിക്കും ലാസ്റ്റാണ് പറയൽ പോലും. പക്ഷേ ഈ പറഞ്ഞ ഹെൽത്തിലേക്കും വെൽത്തിലേക്കും റിലേഷൻഷിപ്പിലേക്കും നമ്മൾ സ്പിരിച്വാലിറ്റിനെ മുകളിൽ നിർത്തിക്കൊണ്ടാണ് ഇത് നോക്കിക്കാണുന്നതെങ്കിൽ എല്ലാത്തിലും ഒരു സ്പെഷ്യൽ ഭംഗി ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റി വേറെ ഒന്നും ആക്കേണ്ടതല്ല, എല്ലാം സ്പിരിച്വലാണ്. അതൊരു വേറൊരു പില്ലർ അല്ല ആക്ച്വലി. ആ വൺനെസ്സിൻ്റെ പില്ലർ നമ്മൾ ആ സ്പിരിച്വൽ ആയിരിക്കുമ്പോൾ, ആ സ്പിരിച്വൽ സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആകുന്നു, നിങ്ങളുടെ വെൽത്ത് ബ്യൂട്ടിഫുൾ ആകുന്നു, നിങ്ങൾ ഇടപെടുന്ന എല്ലാം. ഇപ്പം നമ്മൾ ആരാധനാ കർമ്മങ്ങൾക്ക് മാറ്റി വെക്കുന്ന സമയം മാത്രം സ്പിരിച്വൽ, ബാക്കിയുള്ളത് വേറെ എന്തോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പണ്ട് ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഈ ഡാർവിൻ്റെ തിയറി പറയുമ്പോൾ പറയാറുണ്ട്, അവരുടെ ആശയങ്ങളൊക്കെ ചിലപ്പോൾ വേറെ ഒന്ന്, സ്പിരിച്വൽ വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് എക്സാമിന് ഇങ്ങനെ പഠിച്ചോ, ശരിക്കും ഇങ്ങനെയല്ല. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതേപോലെ തന്നെ പലരും സ്പിരിച്വൽ എന്നതിന് വേറൊരു ടൈം, അപ്പോൾ ഞാൻ സ്പിരിച്വലാണ്, ബാക്കിയുള്ളത് ഞാൻ വേറെ എന്തൊക്കെയോ ആണ്. അതിനപ്പുറത്തേക്ക് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആൻഡ് അവെയർനെസ് മുന്നോട്ട് വെക്കുന്നത് തന്നെ ആക്ച്വലി നിങ്ങൾ വെറുതെ ഇരിക്കുന്നത് പോലും നിങ്ങൾക്ക് അങ്ങനെ ഇബാദത്താക്കാം, അല്ലെങ്കിൽ ഒരു ആരാധനയാക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അതിനെ വേറൊരു പില്ലറാക്കി വെക്കാതെ ദ്വന്ദ്ം തന്നെ ഇല്ലാതാവും. ഭൗതികത ആത്മീയത എന്നൊക്കെ പറയുന്നതിനപ്പുറം ഗൈഡ് പറയണത് ഇപ്പോൾ ഭൗതികതയിൽ തന്നെയാണ് ആത്മീയത ഉള്ളത്. തീർച്ചയായിട്ടും. ആ പണം നമ്മൾ പണത്തിൽ നോക്കൂല, അതുപോലെ ഡീലിങ്സിൽ നമ്മുടെ പിന്നെ ആളുകളോടുള്ള സാമ്പത്തികമായ ക്രയവിക്രയത്തിലൊന്നും എന്തില്ല, നമുക്ക് സ്പിരിച്വാലിറ്റിയും ഇല്ല, റിലീജിയനും ഇല്ല, ഒന്നുമില്ല. സ്പിരിച്വലി പറഞ്ഞാൽ മാറി നിന്നിട്ടൊരു സുഖം എടുക്കുന്ന, ആസ്വദിക്കുന്ന, അങ്ങനെ എന്തോ ഒരു സാധനം ലൈഫിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടൊരു സാധനമായിട്ട്
അതെ മാറുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സാധനം ഉള്ളത്. നമ്മളെ മധുരം പോലെ, മധുരം മാങ്ങയിലുണ്ട്, ഫ്രൂട്ട്സിൽ എല്ലാ ഫ്രൂട്ട്സിലുണ്ട്, മുന്തിരിയിലുണ്ട്. എവിടെയും നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അതിൽ എനിക്ക് വേറെ ഇതേപോലെ തോന്നിയൊരു സംഭവം, ഇപ്പോൾ ചിലർ നമ്മളിങ്ങനെ പ്രാർത്ഥന നിർഭരമായ കാര്യങ്ങൾ അതിൽ ഭയങ്കര ഫോക്കസ് ചെയ്ത് കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമുക്കതിലൊരു അപ്പോൾ നിസ്കാരത്തിൻ്റെ ഒക്കെ വിഷയം 5 നേരം നിസ്കരിക്കുന്നു, അപ്പോൾ നമുക്ക് ആത്മശാന്തി കിട്ടും, മനഃശാന്തി കിട്ടും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് കിട്ടിയ, ഞാൻ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാവിലത്തെ സുബഹി നിസ്കാരം അത് കഴിഞ്ഞിട്ട് ലുഹറിൻ്റെ ഇടയിലുള്ള സമയത്ത് ആ നിസ്കാരത്തിൻ്റെ അതേ അവസ്ഥ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിലെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആക്ച്വലി ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ ചില ആൾക്കാർ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, അവർക്ക് വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ഈ ഇയർഫോൺ ഇട്ടിട്ട് അതിൽ മഴയുടെ സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പുറത്ത് നല്ല മഴ ശരിക്കും പെയ്യുന്നുണ്ടായിരിക്കും, അത് ആസ്വദിക്കാനും പറ്റില്ല. അതിനൊരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിട്ടോ എടുക്കാൻ പറ്റാതെ പെരും മഴയത്ത് ചെവിയിൽ മഴയുടെ ആർട്ടിഫിഷ്യൽ വോയിസ് ഇട്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ പറയുന്ന സ്പിരിച്വൽ അവയർനെസ് റിയാലിറ്റിന്നും നമ്മുടെ ഇമിറ്റേഷനിലേക്കും ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പിരിച്വൽ അവെയർനെസ്സിൽ നമ്മൾ ഇപ്പോൾ നിസ്കാരത്തിൽ അവിടെ കിട്ടിയുള്ള ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് നിങ്ങളുടെ അവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യവും മെഡിറ്റേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നിങ്ങൾ മെഡിറ്റേഷൻ ആയിട്ടുള്ളൂ. ഉസ്താദിൻ്റെ നിസ്കാരം പ്രോഗ്രാമൊക്കെ അറിയാലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ആ നിസ്കാരത്തിൽ മാത്രമല്ല, ആ അവസ്ഥ നമുക്ക് പിന്നെ ബാക്കിയുള്ളതിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റുമ്പം ചെയ്യുന്നതെല്ലാം നിസ്കാരം പോലെയാകുന്നു, ചെയ്യുന്നതെല്ലാം ധ്യാനം പോലെയാകുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് ധ്യാനം പരിശീലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ടോ എന്നത് പ്രാക്ടിക്കലി ഇഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ ഭക്ഷണത്തിൽ പോലും ഒരു ആസ്വാദനം കിട്ടുക, ഒരു സുഖം കിട്ടുക, അന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ഉണർവ് ഉണ്ടാവുക. അപ്പം എല്ലാം വെറുതെ ഇരിക്കുന്നതിൽ പോലും ഒരു നിറവ് ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥ. അപ്പം ശരിക്കും ജീവിതം തന്നെ നിസ്കാരമായി മാറും. അത് നിങ്ങൾ പറഞ്ഞ സമയത്ത് എക്സാമ്പിൾ ഓർമ്മ, നമ്മൾ കളിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, ഒന്ന് പോയിട്ട് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കും, ബ്രേക്കിൽ പോയിട്ട് എന്നിട്ട് വീണ്ടും വന്ന് കളിക്കും. ആ എനർജി ആ ഒരു ഉദാഹരണമാണ് മനസ്സിലേക്ക് വന്നത്. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ അടിയിൽ പോവുക, ഒന്ന് എനർജി എടുക്കുക, പിന്നെയും ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റാണുള്ള നിസ്കാരം എന്ന് പറയുന്നത്. ജീവിതം എന്ന നിസ്കാരത്തിൻ്റെ അടിയിൽ ഇവിടുത്തെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം നമ്മളെ ചുണ്ടിൽ ആ ചിരി ഇങ്ങനെ മായാതെ നിൽക്കുമല്ലോ കുറച്ച് സമയം. അത് ഒരു അയാളെ നമ്മളത്ര നമ്മൾ ഇഷ്ടപ്പെട്ട ആളാന്നുള്ള ഒരു സിഗ്നലാണ്. എന്നപോലെ നിസ്കരിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു എനർജി ഇങ്ങനെ ഓഫ് ആവാതെ ലൈറ്റ് ഇങ്ങനെ മെല്ലെ അണഞ്ഞു പോകുന്നൊരവസ്ഥയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മയില്ല. അല്ല, ഇത് ഇപ്പോൾ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് സമാധാനത്തെ പറ്റിയും നീയത്തിനെ പറ്റിയും ഹൃദയത്തെ പറ്റിയും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ശരിക്കും ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവരെല്ലാവരും ഉള്ളുകൊണ്ടൊരു കുട്ടിയായിരിക്കും. ദാറ്റ് മീൻസ് ഉള്ളിലൊരു ഭാരം കയറ്റി വെക്കാതെ ഫ്രീ ആയിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ആരോടൊരു പ്രശ്നവുമില്ല. കിടന്നുറങ്ങുമ്പോൾ സമാധാനമുണ്ട്, മനുഷ്യന്മാരോട് ഇടപഴകുമ്പോൾ സമാധാനമുണ്ട്. ശരിക്കും ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസും ഹൃദയ ശുദ്ധീകരണവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടാമത്തുള്ളത്? ഇതിൽ കുട്ടീന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ട് കേട്ടോ, ഇപ്പോൾ ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ സമാധാനം എന്നുള്ള, ഞാൻ പലരോടും ചോദിക്കാറ്, എനിക്ക് സമാധാനമാണോ വേണ്ടത് ആനന്ദമാണോ വേണ്ടത്? കാരണം നമ്മൾ ഈ തന്ത വൈബ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം, മെച്യൂരിറ്റി, പക്വതയിൽ ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ വിരാജിക്കുക എന്നുള്ളത് മാത്രം ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ശരിയായ രീതിയിലേക്ക് ആ ഒരു സ്പിരിച്വൽ എസെൻസ് കിട്ടുമ്പോൾ നമ്മളൊരു കുട്ടിയെ പോലെ ആകും. നമുക്കുള്ളൊരു ആനന്ദം നിറഞ്ഞൊരവസ്ഥ ഉണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട് ആൾക്കാരോട്, നിങ്ങൾക്ക് ശരിക്കും സ്പിരിച്വാലിറ്റി പീസാണോ കൊണ്ടുതരുന്നത് അല്ല ജോയി ആണോ? ജോയ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ കിൻഡർ ജോയ് ഓർമ്മയുള്ളത് പോലെ കുട്ടികൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകും. നമ്മുടെ പ്രാർത്ഥന ശരിക്കും സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കാൻ പറയുന്നു. നമ്മൾ ഹജ്ജോ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ പരിശുദ്ധമാകുമെന്ന് പറയുന്നു. അപ്പോൾ ഹാർട്ട് പ്യൂരിഫിക്കേഷൻ്റെ ഒക്കെ ലക്ഷ്യം നമ്മളെ കുഞ്ഞാക്കി മാറ്റാന്നുള്ള, ദാറ്റ് മീൻസ് കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാന്നുള്ള. കുഞ്ഞിൻ്റെ അവസ്ഥയിലെത്തിയാൽ ആർക്കെങ്കിലും, എനിക്ക് തോന്നുന്നില്ല, വെറും സമാധാനം എന്നുള്ള അവസ്ഥയിൽ മാത്രം ഇരിക്കാൻ പറ്റുന്നു. പുറത്തവർ സമാധാനത്തിലാണെങ്കിൽ കൂടി അകത്തൊരു ആനന്ദം ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. മൗലാന റൂമി പറയുന്നുണ്ട്, നിങ്ങൾ ട്രൂത്തിൻ്റെ അടുത്തെത്തുമ്പം ഒരു ആനന്ദത്തിൻ്റെ പുഴ ഇങ്ങനെ ഒഴുകുന്ന ഫീലിംഗ് ആയിരിക്കും. പുറത്ത് ശാന്തമായിരിക്കും, പക്ഷെ അകത്ത് ആനന്ദത്തിൻ്റെ ഒരു കടൽ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്ക് ഹാർട്ട് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്പിരിച്വാലിറ്റിയിലാണല്ലോ അത് പറയുന്നത്, നമ്മുടെ ആത്മസംസ്കരണം. ആ സംസ്കരണം സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക്, ആ പരിശുദ്ധിയിലേക്ക് നമ്മളെല്ലാവരും ജനിച്ചു വീണത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്കുള്ള തിരിച്ചു നടക്കൽ കൂടിയാണ് ആ പ്രക്രിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ല, ഇതിൻ്റെ ഒരാളെ റിയലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ
ഒരാൾക്ക് കടക്കാനുള്ള കടമ്പ തന്നെ ആയിരിക്കും ഇമോഷണലായിട്ടുള്ള മലമ്പാത. അത് താണ്ടാതെ സ്പിരിച്വാലിറ്റിയുടെ മധുരം നുകരാൻ കഴിയില്ല എന്നുള്ളതാണ് ഗൈഡ് പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു ഹൃദയ സംസ്കരണത്തിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആളുകളോടുള്ള വെറുപ്പ്, വിദ്വേഷം, സംഗതികൾ ഇത് ക്ലീൻ ആകുമ്പോഴാണ് ശരിക്കും ഒരു ആനന്ദം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്പിരിച്വൽ എനർജി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും വന്നിറങ്ങുക എന്നുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും അവർക്ക് ആരോടും ഇല്ല അല്ലേ. ശരിക്കും അവരാണ് സ്പിരിച്വൽ അല്ലേ. ഫിത്രത്ത് അവർക്കാണ് ഉള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര. ഫിത്രത്ത് പറഞ്ഞാൽ സംശുദ്ധമായ ഒരു ഭാവം, അത് അവരിലാണ് ഉള്ളത്. അവരിൽ എല്ലാവിധ ആനന്ദത്തിൻ്റെയും പിന്നെ റിസോഴ്സുകളുണ്ട്. ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു ചെറിയൊരു പൂവിനെ, പൂമ്പാറ്റിനെ എന്തെങ്കിലും കാണുമ്പോൾ, ചിരട്ടനെ കാണുമ്പോൾ അവരിൽ കൗതുകം കണ്ടില്ലേ, ഈ പറഞ്ഞവർ അവർ ആനന്ദത്തിലാണ്. പിന്നീട് അതിന് മുകളിൽ ഈ ഒരു സ്റ്റേറ്റ്, ഫിത്രത്തിൻ്റെ ഒരു സംശുദ്ധമായൊരു സ്റ്റേറ്റ് ജനിക്കുമ്പോൾ മനുഷ്യനായ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ശരിക്കും സ്പിരിച്വാലിറ്റി നമ്മൾ വീണ്ടും നേടിയെടുക്കേണ്ട ഒരു സാധനമല്ല, അത് ഉള്ളൊരു സാധനമാണ്. അതെ അതെ അല്ലേ. അപ്പോൾ ആ ഒരു ഫിത്രത്ത് എന്ന് പറയുന്ന ആ ഒരു പറഞ്ഞ സച്ചിദാനന്ദത്തിൻ്റെ മുകളിൽ ലൈഫിലെ സിറ്റുവേഷൻസുകളിൽ കുറേ ഇമോഷണൽ വേസ്റ്റുകൾ അതിൻ്റെ മുകളിൽ കയറി. നമ്മൾ സൈക്കോളജി പറയുന്ന സബ് കോൺഷ്യസിൽ എന്ത് ചെയ്തു, ഒരുപാട് നമ്മൾ ഓരോരുത്തരോട് ഡീൽ ചെയ്യുമ്പോൾ ഓരോ ആളുകളെ കാണുമ്പോഴും നമുക്ക് വെറുപ്പ്, വിദ്വേഷം, താല്പര്യക്കുറവ്, നീരസം, പ്രതിഷേധം, അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ കുറേ സപ്രഷൻസ്, വിഷമങ്ങൾ, ഈ സാധനങ്ങൾ ഇതുള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക് നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന ആ ഒരു സച്ചിദാനന്ദം എന്ന് പറയുന്ന ബ്ലിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയാത്തത്. അത് ശരിക്കും ഉസ്താദ് പറഞ്ഞ സമയത്താണ് ചെറുപ്പത്തിലൊക്കെ നമുക്കൊരു ചോക്ലേറ്റ് ഇപ്പം നമ്മളെ ഉപ്പയമ്മ വാങ്ങിത്തന്നാൽ, ആരെങ്കിലും വാങ്ങിത്തന്നാൽ നമുക്കുണ്ടായിരുന്ന ഒരു സന്തോഷം. പക്ഷെ ഇപ്പം ആരെങ്കിലും ഒരു ചോക്ലേറ്റ് തരുമ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടുന്നില്ല, അതെവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാര്യം കൊണ്ടാണ് മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾ ആധിക്യം വന്നു. ഇപ്പോൾ നമുക്ക് എത്രയാണ് നിങ്ങൾ ഒരാൾക്ക് പിച്ചക്കാരന് എന്നും ഒരു 50 ഉറുപ്പ്യ എടുത്ത് നോക്കി. ഒരു മാസം നിങ്ങൾ എന്നും പോകുമ്പോൾ വഴിയിലുള്ള ഒരാൾക്കൊരു 50 ഉറുപ്പ്യ എടുത്ത് പിറ്റേ ദിവസം ഒരു 30 ഉറുപ്പ്യ എടുത്ത് അയാൾ ചോദ്യം ചെയ്യും, ഇവിടെ എൻ്റെ 20 ഉറുപ്പ്യ എവിടെയെന്ന് ആയിക്കോളും. അവകാശമായി മാറുകയാണ് കുട്ടികൾക്ക് പാരൻസ് കൊടുക്കുന്ന മെറ്റീരിയലുകൾ. അപ്പോൾ എത്രയാണ് കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറം കിട്ടിയാലേ പിന്നെ സന്തോഷം കിട്ടുള്ളൂ. അപ്പോൾ മെറ്റീരിയലി അവരെ കണക്റ്റഡ് ആക്കുകയാണ് അവരുടെ സന്തോഷത്തെ. പണ്ട് ദൗർലഭ്യമായിരുന്നു, കിട്ടാനില്ല അല്ലേ. ബിരിയാണി എന്നാ കിട്ടിയിരുന്നത്? എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ പെരുന്നാൾക്ക് ഒരു പടക്കം അത് പൊട്ടാൻ വേണ്ടി അമ്മേൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അന്നത്തെ സന്തോഷം കിട്ടിയിരുന്ന വളരെ ചെറിയ ഒരു സൈക്കിൾ സൈക്കിൾ കിട്ടാനൊക്കെ എത്ര ആളുകളുടെ പിന്നാലെ ഓടി നടന്നിട്ടുണ്ട് ഒരു ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് കുട്ടികൾ ചോദിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് അല്ലേ സാധനം. അതാണത്. അത് എന്താ പറയുക, പിന്നെ സുലഭമായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഈ ഒരു സച്ചിദാനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിലെ ശുദ്ധമായൊരവസ്ഥ നമ്മളെല്ലാവരിലും, എല്ലാ മനുഷ്യരിലും, ഗോവിന്ദചാമിയിലും, ഏതാളിലും ഉള്ള ഒരു സാധനമാണ്. അത് മിസ്സാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് മുകളിൽ കയറിയതാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാനും അഫ്സലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു സന്തോഷം എനിക്ക് അഫ്സലിനെ കാണുമ്പോൾ ഉണ്ടാവില്ല. ആ ഇമോഷൻ ഞാൻ നിങ്ങളുടെ ഫേസിൽ ഒട്ടിച്ച് വെച്ചു. പുറത്തേക്ക് ഞാനത് എക്സ്പ്രസ് ചെയ്യില്ല. പുറത്തേക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്യും, പക്ഷേ ഉള്ളിൽ എന്തോ അന്ന് എനിക്ക് പാര വെച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വരുന്നത്. എൻ്റെ കണ്ണ് കാണുന്ന കാഴ്ച ശുദ്ധമല്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത അഫ്സലിനെയാണ് ഞാൻ കാണുന്നത്. ശുദ്ധമായ ഫിത്രത്തിലുള്ള അഫ്സലിനെ കാണാൻ എനിക്ക് കഴിയണില്ല. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സാവുകയാണ്. അപ്പോൾ അതൊരു റിവേഴ്സാണ് ശരിക്കും സംഭവിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും ജനിക്കുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു സ്റ്റേറ്റിലാണ് ജനിക്കുന്നത്. ആരും മോശമായിട്ടുള്ള മനുഷ്യന്മാരായിട്ടല്ലല്ലോ ജനിക്കുന്ന സമയത്തുള്ളത്. ചിലപ്പോൾ DNA പ്രകാരം എന്തെങ്കിലുമൊക്കെ പേഴ്സണാലിറ്റി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജീവിച്ച് വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും ഏത് രൂപത്തിലേക്ക് മാറുന്നത്. ആ പ്രോഗ്രാമിംഗ് ആണ് പിന്നീട് അവർ എടുക്കുന്ന ഓരോ ഡിസിഷൻസിലും അവർ ചെയ്യുന്ന ആക്ഷൻസിലും ഒക്കെ പ്രതിപാദിക്കുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഏത് കുട്ടിയായിക്കോട്ടെ. ഞാൻ കുട്ടികളെ കണ്ട ഇങ്ങനെ നോക്കിക്കും. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് കുട്ടികളെ ഞങ്ങളിങ്ങനെ കണ്ടും കുറേ സമയം കഴിഞ്ഞ പ്രോഗ്രാം ഇങ്ങനെ നോക്കിക്കും. അവരിങ്ങോട്ട് നോക്കുമ്പോൾ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഈ കലർപ്പില്ല. അപ്പം ഞാൻ നിങ്ങളെ പൂർണ്ണമായ മനസ്സിൽ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്യാതെ, നിഫാക്കില്ലാതെ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എനർജി കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ സുഖം കിട്ടും, സന്തോഷം കിട്ടും. പക്ഷെ ഞാൻ എന്തോ ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ആ ഒരു സാധനം പാസ് ചെയ്യണില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് കണക്റ്റ് ആവില്ല. കുട്ടികളിൽ ഇത് സംഭവിക്കണില്ല. അവർ പ്യുവറാണ്. അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് അതിൻ്റെ പ്യുവർ ഫോമിലാണ് ഓരോ ഒബ്ജക്റ്റിനെ അവരെന്ത് ചെയ്യണത് കാണുന്നത്. കാരണം അവർക്ക് ഇമോഷൻസ് ഇല്ല. പിന്നെ ഈ ഫിത്രത്തി സ്റ്റേജ് 2 വയസ്സ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മങ്ങി വരികയാണ് മനസ്സിലേക്ക് സാധനം, ഇമോഷൻസ് കയറി. അതുകൊണ്ടാണ് നമുക്കും അവരെ കാണുമ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. അവരിൽ ഇതിങ്ങനെ ഈ സ്പിരിച്വാലിറ്റി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതേ അവസ്ഥയിലേക്കാണ് നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു.
മാസ്റ്റേഴ്സ് കുട്ടികളെ പോലെയാണെന്നുള്ളത്. ഈ കുട്ടിയുടെ അവസ്ഥയാണ് നേരത്തെ ഗൈഡ് പറഞ്ഞ പോലെ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമായിട്ട് പറയുന്നത് കുഞ്ഞായി മാറും എന്നുള്ളതാണ്. ഒരാൾ തസ്കിയത്തിലൂടെ ഹൃദയ സംസ്കരണത്തിലൂടെ ഹൃദയോർജ്ജം നേടിക്കഴിഞ്ഞാൽ അയാളും ആവുന്നത് കുട്ടിയാണ്. അയാളിൽ ഇമോഷൻ ക്ലീൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ മനസ്സിലാണ് ശരിക്കും ഒരു ശാസ്ത്രജ്ഞൻ്റെ രഹസ്യം പോലും കിടക്കുന്നത്. ഓരോ കുഞ്ഞും ജനിച്ച് വീഴുമ്പം നമ്മളറിയില്ല, കുട്ടികളിങ്ങനെ അതെന്താ ഇതെന്താ ചോദിക്കുമ്പം അതിൻ്റെ പിറകിൽ ഒരു സ്പിരിച്വൽ ബ്രില്യൻസ് വെച്ചിട്ട് പലപ്പോഴും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യൽ ഇതിൻ്റെയൊക്കെ പിറകിലെ രഹസ്യം എന്താണ്. അപ്പോൾ സൃഷ്ടിച്ചവൻ തന്നെ അവനിലേക്കുള്ള വഴി ആ കുഞ്ഞിൻ്റെ ചോദ്യത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അറിയാത്ത പാരൻസ് ചെയ്യുന്ന ഒരു അബദ്ധം, അതൊക്കെ നീ ഇപ്പം ചോദിക്കേണ്ട അങ്ങനെ അങ്ങനെ. അപ്പം അതിനപ്പുറത്തേക്ക് അവൻ്റെ ആ ക്യൂരിയോസിറ്റിയെ നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരു നല്ല ടീച്ചർ ഉണ്ടാവുന്നത് ശരിക്ക് ടീച്ചറിൻ്റെ ഉള്ളിൽ നല്ല കുഞ്ഞുണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു നല്ല രക്ഷിതാവ് ഉണ്ടാകുന്നത് രക്ഷിതാവിൻ്റെ ഉള്ളിലെ കുഞ്ഞു മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് കുഞ്ഞുങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രയോഗമുണ്ട്, കുഞ്ഞുങ്ങളുടെ ലെവലിലേക്ക് ഉയരാന്ന് പറയും. നമ്മൾ നേരെ തിരിച്ചാണ്, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത എൻ്റെ പാരൻറ്റിങ് പ്രോഗ്രാമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഒരു തോട്ട് വന്നപ്പോൾ ഇങ്ങനെ പറയണം, ശരിക്കും കുട്ടികൾ തന്നെ നമുക്ക് പ്രകടമാക്കി തരുന്നുണ്ട് അവരെങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടതെന്ന്. അവരെ ഗൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർ പ്രകടമാക്കി തരുമ്പോൾ അതിനനുസരിച്ച് ലീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം ഒരു പാരൻറ്റിൻ്റെ ജോബുള്ളൂ. കാരണം അവരുടെ എല്ലാവരുടെ ഉള്ളിൽ വെളിച്ചം ഓൾറെഡി സംവിധാനിച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ രക്ഷിതാവിൻ്റെ റോളുള്ളൂ. പലപ്പോഴും എൻ്റെ കുട്ടി വഷളാവരുത്. ചില പാരൻസിൻ്റെ ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ട്, നല്ല ടീച്ചേഴ്സ് ആയിരിക്കും, സ്കൂളിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നത് ബെസ്റ്റ് ടീച്ചറായിരിക്കും, സ്വന്തം കുട്ടിയെ പഠിപ്പിക്കാനിരുന്ന ഫുള്ള് പ്രശ്നമാണ്. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഉള്ളിൽ അമ്മ എന്നുള്ള ഈഗോ ആണ് വരുന്നത്. ടീച്ചർ നല്ലതാണ്, അമ്മയാണ് ഈഗോ. എന്നാൽ സ്കൂളിൽ എല്ലാവരും ടീച്ചർ അമ്മ എന്നായിരിക്കും വിളിക്കുന്നത്. കാരണം ടീച്ചറിലാണ് അമ്മയെ കാണുന്നത്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും ടീച്ചർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ഉള്ളിലെ ഈഗോ ആണ് എല്ലാ കുട്ടികളും പറഞ്ഞു കൊടുത്ത് പഠിക്കേണ്ടത്. എൻ്റെ കുട്ടി എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്. അപ്പോൾ ഈ തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുമ്പോൾ ഉസ്താദ് നേരത്തെ പറയില്ല അറ്റാച്ച്മെൻറ്റ്, അത് വരുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ട് ആ ഒരു ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിന് നമ്മൾ എന്തോ ഒരു ബ്ലോക്ക് ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് രഹസ്യമുണ്ട്. ഇപ്പം എനിക്കൊന്നും യൂറോ സൈക്കോളജിസ്റ്റുകളുടെ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഈ അറബ് വേൾഡിൽ നിന്ന് എങ്ങനെയാണ് കുറേ എന്നോട് വായിച്ചാണ്, അറബ് വേൾഡിൽ നിന്ന് എങ്ങനെയാണ് ഒരുപാട് പോളിമാത്സ് ഉണ്ടായത്. ഒരേ സമയം ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ശാസ്ത്രത്തിലും ആത്മീയതയിലും ഒക്കെ എങ്ങനെ ഒരേ ടൈം വരുന്നത്. അപ്പം അതിൽ അവർ കൺക്ലൂഷൻസിലൊരു പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അവരുടെ ഫിത്ര സ്റ്റേജ്, അവരുടെ ആ ചൈൽഡ് സ്റ്റേറ്റ്, അതായത് ഒരു 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള പീരീഡിൽ അവർക്ക് കിട്ടിയ അവെയർനെസ്, അതാണ് അവരെ എന്താകണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പൗലോ കൊയ്ലോ പറയുന്നുണ്ട് ആൽക്കെമിസ്റ്റിൽ, നമ്മൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ ബോധത്തിലുണ്ട് നമ്മുടെ എല്ലാം. അപ്പോൾ ഒരു രക്ഷിതാവോ ഒരു ടീച്ചറോ ഈ കുട്ടി എന്താക്കണം എന്ന് അവർ തീരുമാനിക്കുന്നതിന് മുന്നേ അവൻ്റെ ഉള്ളിലെ ആ വെളിച്ചത്തിലേക്ക്, അവനാക്കിയ തമ്പുരാൻ അവൻ്റെ വെളിച്ചത്തിലൂടെ എന്താണ് ഈ ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നോക്കിയിരുന്നാൽ മതി. അതിലേക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ഗൈഡൻസ് എടുത്ത് ലീഡ് ചെയ്താൽ അവർ നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്നോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള രഹസ്യം ഇപ്പോൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ പലപ്പോഴും പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട് വളരെ മോശം സാഹചര്യത്തിലുള്ളവരെ നിമിഷങ്ങളെ കൊണ്ട് മാറുന്നു. വേറൊരു സൈക്കോളജിക്കൽ ട്രെയിനിങ് കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ ഒക്കെ നടക്കാത്ത എന്താണ് അവർ നിമിഷം കൊണ്ട് സാധ്യമാക്കിയത്. ഒരിക്കലും മാറൂല എന്ന് തോന്നിയവരൊക്കെ ചെറിയ സഹവാസം കൊണ്ട് മാറുന്നു. ഞാനതിൽ മനസ്സിലാക്കിയൊരു കാര്യം, അവർ അറിഞ്ഞോ അറിയാതെയോ ഇവർക്കുള്ളിൽ ആ ഫിത്ര സ്റ്റേജ് തൊടാൻ പറ്റിയവരാണ്. മറ്റൊരാളുടെ ഉള്ളിലെ കുഞ്ഞിനെ ഉണർത്തണമെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾക്ക് ആ കുഞ്ഞിൻ്റെ അവബോധത്തിൽ നിന്ന് തൊടാൻ പറ്റുള്ളൂ. കുട്ടികളോടെ കൂട്ടുകൂടാം. ചെറിയ മക്കൾ ശരിക്കും നോക്കിയാൽ അവർ കമ്പനി ആവുന്ന ആൾക്കാർ നോക്കിയാൽ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരോട് കുട്ടികളെപ്പോലെ ഇടവൈകുന്നിടത്താണ് അവർ കമ്പനിയാവും. അപ്പോൾ അവർ ആ കുട്ടിയെ കാണുന്നു. നമുക്ക് ശരിക്കും പടച്ചോൻ്റെ പ്രതിനിധി ആവാന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും അവർക്കുള്ളിലെ ആ പഴയ അവസ്ഥയിലേക്ക്, വെളിച്ചത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ അത് സഹായിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ വിഷയം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്യൂരിഫിക്കേഷൻ ആക്ച്വലി നമ്മൾ ആ ചൈൽഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ആവശ്യം. കുട്ടികളെ നമ്മൾ വല്ലാതെ പരിഗണിക്കണ്ടാവില്ലല്ലോ. ഒരു സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരും കുട്ടികളും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അറ്റൻഷൻ കുട്ടികളിലേക്ക് പോകില്ല, എല്ലാം പ്രധാനപ്പെട്ട ആളുകളിലേക്കാണ്. അപ്പോൾ അവരെ അറ്റൻഡ് ചെയ്ത് അവരിലെ ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് ശബ്ദം കേട്ട് കിട്ടും, അവരിൽ മാറ്റങ്ങൾ അല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഗൈഡ് പറഞ്ഞൊരു സംഭവം സെക്കൻഡ് സ്റ്റേജ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഫിത്രത്തിനെ കുറിച്ച് പറഞ്ഞു. നഫ്സുൽ ഫിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആ ഒരു കാലഘട്ടം മനുഷ്യൻ്റെ. പിന്നെ സെക്കൻഡ് സ്റ്റേജ് സീക്കിംഗ് മൈൻഡിൻ്റെ കാലഘട്ടമാണ്. നഫ്സു ത്വലബ് എന്ന് പറഞ്ഞാൽ അന്വേഷണാത്മക മനസ്സ്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുന്നത്. അതെന്താ, ഇതിനെന്താ ഈ കളറ്, എന്താ. ആ സമയത്ത് സാധനം ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കയറും എന്നാണ് പറഞ്ഞല്ലേ. സാധനം
സ്പെയിനൊക്കെ അല്ലേ, സ്പെയിനെന്ന് ലോകത്തിൻ്റെ സ്പെയിൻ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. സ്പെയിനെന്ന് ഒരു കാലത്ത് എന്താ പറയുക പറഞ്ഞ പോലെ സെൻറ്ററായിരുന്നു എല്ലാത്തിൻ്റെയും അല്ലേ, നവോത്ഥാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എത്രയും തിരക്കാണെങ്കിലും കുട്ടികളെ മിമ്പറിൽ നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും. മിമ്പറിൽ കുത്തുപോകുമ്പോൾ ഖത്തീബ് കുട്ടി വന്നപ്പോൾ ഇറങ്ങി വരിക എന്നാണ്. നിസ്കരിക്കുന്ന സമയത്ത് പെരടിയിൽ കുട്ടികൾ വന്നിരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിക്കുകയാണ്. എൻ്റെ എത്ര ദീർഘിപ്പിച്ചു വെച്ചപ്പോൾ പേരക്കുട്ടികളുണ്ടായിരുന്നു, അവരെ വിഷമിപ്പിക്കേണ്ടതാണ്. അത്രയും അവരെ കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ്. അല്ല ഇത് ഇപ്പം ഗൈഡ് ഉസ്താദ് പറഞ്ഞ സമയത്ത് നമുക്ക് ഇപ്പം പറഞ്ഞിരുന്നല്ലോ, ഓരോ കണ്ടുപിടുത്തങ്ങൾ പോലും വരുന്നത് ഈ സ്പിരിച്വൽ സെൻസ് ഉണരുന്ന സമയത്താണ്, ആ കുട്ടിയുടെ ആ ക്യൂരിയോസിറ്റി വരുന്ന സമയത്താണ്. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഓരോ കാര്യങ്ങളും പടച്ചവനാണ് സൃഷ്ടിച്ചതെങ്കിൽ പോലും പടച്ചവൻ പല മനുഷ്യന്മാരുടെ മനസ്സിലൂടെയാണല്ലോ അത് പുറത്തു കൊണ്ടുവരുന്നത്. എല്ലാം ചിന്തിച്ച് ആ പടച്ചവൻ സൃഷ്ടിക്കാൻ, നമ്മളിലൂടെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി, അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാൻ ചിന്തിച്ച് നോക്കി ആ ഒരു ലെവലിലേക്ക് നമ്മളും കൂടെ ഉയർന്ന് ഇതുവരെ ആരും ചിന്തിക്കാത്ത നടക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മളുടെ മൈൻഡിൽ വരിക. അപ്പോൾ അത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് അത് പടച്ചവൻ തന്നതാണ്, ഇബ്ലീസ് അല്ല, പടച്ചവൻ തന്ന ചിന്ത ആണെന്ന് വിശ്വസിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ പടച്ചവൻ ഇങ്ങനെ ഓരോ വഴി കാണിച്ചിട്ട് മോനെ ഇങ്ങനെ ചെയ്തോ, മനസ്സിലിങ്ങനെ നമ്മൾ ശരിക്കും ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് പോലും ഒരു സമയത്ത് മൈൻഡിൽ വന്നൊരു ഗൈഡൻസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ മനുഷ്യന്മാരുടെ, നിങ്ങളെ പോലുള്ള ആളുകളുടെ സംസാരം കേൾക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഇപ്പം പറഞ്ഞ പോലെ ബന്ധങ്ങളിൽ, ഇപ്പോൾ പാരൻറ്റിങ്ങിലായിക്കോട്ടെ, എല്ലാത്തിലും ആ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസും കൂടെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഹയർ ലെവലിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ അടുത്ത ഓഗസ്റ്റ് 9 നമ്മൾ മൂന്നാളും കൂടെ നടത്താൻ പോകുന്ന യുണീക്നെസ് ഫെസ്റ്റ് 7 നടക്കാൻ പോണത്. അപ്പം ശരിക്കും ബാക്കിയുള്ള ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, ഈ ടോപ്പിക്കുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു സീക്കർ മൈൻഡ് സെറ്റ് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, ആഴത്തിൽ പഠിച്ച് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളിക്കാനും കൂടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 7ാമത്തെ ഈവൻറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 9 കോഴിക്കോട് ടിയാര ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ ഒന്നും കൂടെ, ഞാൻ ഈ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സംസാരിച്ചാൽ ഇതിങ്ങനെ ഇതൊരിക്കലും രാത്രി വരെ സംസാരിച്ചാൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു എൻഡിട്ടത്. എല്ലാവർക്കും ഓരോ വഴിക്ക് പോകാനുള്ള ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പം ഒന്നും കൂടെ ഹൃദയത്തിൽ നിന്ന് നല്ല നിയത്തിൽ തുടങ്ങിയത് നല്ല രീതിയിൽ തന്നെ ഇപ്പം ഇവിടെ ഇരുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ എഴുതി വെച്ച ഇതിൽ നോക്കിയിട്ട് തന്നെ ഇല്ല, അതങ്ങനെ ഫ്ലോയിൽ അങ്ങനെ നടന്നു പോയപ്പോൾ തന്നെ തുടക്കത്തിൽ അവര് എന്താ ചോദിക്കേണ്ടി പിന്നെ ആ ഗൈഡൻസും കൂടെ അതാ നീയത്ത് റെഡി ആയിട്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും പടച്ചവന് വിത്തിട്ട് തരുന്നു. നമ്മളെ വിത്തിനനുസരിച്ചാണ് മുള പൊട്ടുക എന്ന് പറയും പോലെ ഇവിടെ നടന്ന ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങളും എനിക്കിങ്ങനെ ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ഞാൻ ഓരോ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങളും കൂടാണ് ഇവിടെ ഉത്തരം ചെയ്യപ്പെട്ടത്. അത് മീൻസ് എൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെ പല മനുഷ്യന്മാരും, ഇത് കേൾക്കാൻ പോകുന്ന പല മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇവിടെ നൽകപ്പെട്ടത്. ഏതായാലും ഹൃദയത്തിൽ നിന്ന് നല്ല നിയത്തിൽ തുടങ്ങിയ നല്ല നിയത്തിൽ തന്നെ ഇപ്പം ഈ പോഡ്കാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പം ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. ഏതായാലും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും വൈൻഡിങ് നോട്ടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. എങ്ങനെയാണ് നമ്മളെ ഉള്ളിനെ ഒന്ന് ടച്ച് ചെയ്യാൻ, നമ്മുടെ ഉള്ളിലെ പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളെ, ആ പാർട്ടുകളൊന്ന് സജീവമാക്കുക, അതിന് റിയലൈസേഷൻ തന്നെയാണല്ലേ. റിയലൈസേഷൻസ്, ഇൻസൈറ്റുകൾ, ചിലപ്പോൾ കുറച്ച് മെഡിറ്റേഷൻസുകൾ ഉണ്ടാവും. അതിലൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്നൊരു ബ്രൈറ്റ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ തുടങ്ങിയതിൻ്റെ ഒക്കെ ഇടയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, IQ ഇതിൻ്റെയൊക്കെ മുകളിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പല ആൾക്കാരും എല്ലാവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് വേറെ എന്തോ ഒരു സാധനം ഇങ്ങനെ സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൗലാന റൂമി പറയുന്നുണ്ട്, എന്തോ ഒന്ന് കിട്ടിയതോടുകൂടി ഞാൻ പിന്നെ എല്ലാം തേടൽ നിർത്തി എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ എന്താണോ നമ്മൾ അന്വേഷിക്കേണ്ടത് അതിനെ ശരിക്കും അന്വേഷിച്ച് തുടങ്ങാൻ ഒരു പക്ഷേ
നമ്മുടെ യുണീക്ക് എക്സ് പ്രോഗ്രാം ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ ശരിക്കും റൈറ്റ് ആയിട്ട് എന്ത് സീക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരും സീക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സീക്കിങ്ങിന് ഒരു ഗൈഡൻസ് വേണമല്ലോ. അതിനൊരു പക്ഷേ വളരെ യൂസ്ഫുൾ ആവുന്ന കൂടി തോന്നുന്നുണ്ട്. ഏതായാലും ഒരു നന്ദി ഒന്നും കൂടെ ഹൃദയം അറിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പം ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലേക്കും ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഒരു ബിസിനസ് ട്രെയിനിങ് ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ എൻറോൾ ചെയ്യും, ബിസിനസ് വളർത്താം, അതിന് എത്രയും മുടക്കാം. പക്ഷേ ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസിനെ പറ്റി കറക്റ്റായിട്ടൊരു ഐഡിയ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് വളർത്താനുള്ള ചിന്തകളും ക്രിയേറ്റിവിറ്റിയും ഓട്ടോമാറ്റിക്കലി വരും, ലീഡർഷിപ്പ് സ്കിൽ വർദ്ധിക്കും, കുടുംബ ബന്ധങ്ങളിൽ മെച്ചപ്പെടും, അതേപോലെ നമ്മുടെ ആരോഗ്യവും മാനസികാരോഗ്യത്തിലൊക്കെ ആ ഒരു വളർച്ച കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ സ്പിരിച്വൽ ഇൻ്റലിജൻസിൻ്റെ മറ്റുള്ള മേഖലകളിലേക്ക് അത് ഒന്നാണെങ്കിൽ പോലും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ഒരേപോലെ ഇൻകൾക്കേറ്റ് ചെയ്ത് സിങ്ക്രണൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രോഗ്രാമാണ് യുണീക്നെസ് ഫെസ്റ്റ് 7. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവ്രി വൺ ടു അവർ ഇവൻറ്റ്. താങ്ക് യു സോ മച്ച്.